ഇന്റർ മയാമിയുടെ അർജന്റൈൻ സൂപ്പർ താരം ലയണൽ മെസ്സിയെ പ്രദർശന മത്സരത്തിൽ കളിപ്പിക്കാത്തതിൽ സംഘാടകർക്കെതിരെ നിയമ നടപടിക്കൊരുങ്ങി ഹോങ്കോങ് സർക്കാർ. ടിക്കറ്റ് തുക തിരിച്ചു നൽകണമെന്നാവശ്യപ്പെട്ട് ആരാധകരും രംഗത്ത് വന്നു. ഇന്റർ മയാമിയുടെ ഹോങ്കോങ് പര്യടനത്തിനിടെ ഹോങ്കോങ് 11-നുമായുള്ള മത്സരത്തിൽ മെസ്സി ഇറങ്ങുമെന്നായിരുന്നു സംഘാടകരായ ടാഡ്ലർ ഏഷ്യ അറിയിച്ചിരുന്നത്. ഇതിന്റെ പേരിൽ മാത്രം ഏകദേശം 25 കോടി രൂപയാണ് സർക്കാർ സഹായമായി നൽകിയത്. മത്സര നടത്തിപ്പിനും വേദിയൊരുക്കുന്നതിനും കാണികളെ നിയന്ത്രിക്കുന്നതിലുമെല്ലാം സർക്കാർ സഹായം നൽകുകയും ചെയ്തു. എന്നാൽ മെസ്സി മാത്രമല്ല, മറ്റൊരു പ്രമുഖ താരമായ ലൂയിസ് സുവാരസും കളത്തിലിറങ്ങിയില്ല. സംഘാടകർ വാക്കുപാലിക്കാത്തതിനാൽ ഈ തുക തിരിച്ചടയ്ക്കാൻ ആവശ്യപ്പെടുന്നതുൾപ്പെടെയുള്ള നടപടികൾ ഉണ്ടാകുമെന്നാണ് സർക്കാർ അറിയിച്ചിരിക്കുന്നത്. 8,300 രൂപ മുതൽ 50,000 രൂപ വരെയായിരുന്നു ടിക്കറ്റ് നിരക്ക്. സാധാരണ നിരക്കിനേക്കാൾ എത്രയോ ഇരട്ടിയായിരുന്നു ഇത്. 38,323 പേരാണ് മത്സരം കാണാൻ ഏറെ ആവശ്യത്തോടെ എത്തിയത്. നിരാശരായ കാണികൾ രണ്ടാം പകുതിയിൽ മെസ്സിയെ ഇറക്കണമെന്നും ടിക്കറ്റ് തുക തിരിച്ചു നൽകണമെന്നും ഗ്യാലറിയിലിരുന്ന് കൂട്ടത്തോടെ ആവശ്യപ്പെടുന്നതും കാണാമായിരുന്നു. ഇന്റർ മയാമി ഉടമയും മുൻ ഇംഗ്ലീഷ് നായകനുമായ ഡേവിഡ് ബെക്കാമിനെതിരെയും ആരാധക രോഷമുണ്ടായി. മത്സരമറിഞ്ഞ് നിരവധി ടൂറിസ്റ്റുകളും ഹോങ്കോങ്ങിലെത്തിയിരുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.